ഇപ്പോൾ ഏതായാലും അതിന് വിഘാതമായ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് NSS ഡയറക്ടർ ബോർഡിനും കൂടെ ബോധ്യമായതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ഏകമനസ്സോടുകൂടി ഒരാൾ പോലും എതിർക്കാതെ പാസ്സാക്കിയ പ്രമേയം ഞാൻ എൻ്റെ പേര് വെച്ച് പരസ്യം ചെയ്തതാണ്. അല്ലല്ല, അത് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് മകൻ BJP-ക്കാരൻ, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. 2-3 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ് 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല, ഐക്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു. വന്നില്ലല്ലോ. ഇല്ല, അതിനുശേഷം വന്നിട്ടില്ല. അല്ല, അദ്ദേഹം ഈ കാര്യത്തിന് അവർ അച്ഛനോ മകനോ വന്നിട്ടില്ല. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട, കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പത്മഭൂഷൺ കൊടുത്തതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും അതൃപ്തിയൊന്നുമില്ല. അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെങ്കിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെ, അതിനകത്ത് ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല. അതിനെ സംബന്ധിച്ച് ഇതുമായിട്ട് രാഷ്ട്രീയമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പം രാഷ്ട്രീയമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായത് കൊണ്ടാണ് ഞാൻ അത് അങ്ങനെ അല്ല. ഞാനിപ്പോൾ അത് ചോദിക്കുമ്പോൾ ഞാൻ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? മകന് BJP ആണെന്ന് അറിയാം. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? പറയാനൊക്കുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ? സമീപകാലത്ത് ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തി നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനിടയ്ക്കാണ് പത്മഭൂഷണം വന്നത്. അപ്പം അവിടെ ഇവിടെ എല്ലാം കയ്യുണ്ടെന്നുള്ളതാണോ സംശയം? ഇത് അങ്ങനെയൊന്നും ഞാൻ പറയാം, അവിടെ എവിടെയും കയ്യൊന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് അദ്ദേഹം ഈ NSSന്റെ തീരുമാനത്തെ സംശയിക്കുന്നത് പോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ഇടപെടലുണ്ട്, ആരെയോ ഇടപെടലുണ്ട്. ആർക്കാ? ഉണ്ട്. അല്ല, രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് വിട്ടതില്ല. മകനെ അദ്ദേഹത്തിനൊരു ലക്ഷ്യം കാണുമല്ലോ, ആ ലക്ഷ്യമുള്ള ഒരാളിനെയാണ് ഈ ചർച്ചയ്ക്ക് വിടുന്നത്, ഇങ്ങോട്ട് വിടുന്നത്. അതെങ്ങനെ ഒക്കൂ? അപ്പം ഞങ്ങൾ BJP-യുമായിട്ട് ബന്ധമാണ്, അങ്ങനെയാണ്, ബാന്ധവമാണ്. ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് വരുത്താനും, ഏതെങ്കിലും സമുദായത്തിന് ഞങ്ങൾ എതിരാണെന്നോ ഏതെങ്കിലും മതത്തിന് ഞങ്ങൾ എതിരാണെന്നോ വരുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇപ്പോഴും എല്ലാ സമുദായങ്ങളോടൊപ്പം SNDP-യോടും സൗഹാർദ്ദപരമായിട്ട് പോകാനാണ് താല്പര്യം. ഞാനതല്ലേ പറഞ്ഞത്. അതായത് ഒരു BJP എന്നോ ഏതെങ്കിലും പാർട്ടി എന്നോ പറഞ്ഞില്ല, രാഷ്ട്രീയ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോഴും ഞാൻ സംശയിക്കുന്നു. ആര്? സമദൂര നിലപാട് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിച്ചാൽ അങ്ങനെയൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുന്നതാണോ? പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ NSSനെ ജനറൽ സെക്രട്ടറിയൊക്കെ പരിഗണിക്കാതെ NSS ഞാൻ വിചാരിച്ചിരുന്ന ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ കേട്ടോ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയേനെ, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ.
ഗവൺമെൻറ്റിന് ഒന്നും വിഷമിക്കാതെ തന്നെ അവർ അത് നടത്തിയെടുത്തത്.